ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. ഇടവ പകുതിയാകുന്നതിന് മുൻപ് നേരത്തെ തന്നെ ഇടവപ്പാതി വരികയും ചെയ്തു. നമുക്ക് വേനലിൻ്റെ അതികഠിനമായ ചൂടിൽ നിന്ന് ഒരാശ്വാസം. ആ ആശ്വാസത്തിനോടൊപ്പം അല്പം ജാഗ്രതയും കൂടി വേണം. കാരണം മഴക്കാലം കുറച്ച് രോഗങ്ങളുമായിട്ടാണ് വരുന്നത്. ആ രോഗങ്ങൾ എന്തൊക്കെ, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമുക്ക് നോക്കാം. മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്ന് രണ്ടോ പിക്ചേഴ്സ് വരും അല്ലേ. കാരണം അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം, വല്ല തെങ്ങിൻ ചോട്ടിലോ മരച്ചോട്ടിലോ അല്ലെങ്കിൽ ചെടി വയ്ക്കുന്ന പോട്ടിലോ ചിരട്ടയിലോ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ടയറിലോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം. അതുപോലെ തന്നെ നമുക്ക് ശല്യം, കൊതുകടി കൊണ്ടും ശബ്ദം കൊണ്ടും നമുക്ക് ശല്യം വരുന്ന കൊതുകുകൾ. ഇത് രണ്ടും മഴക്കാലത്തെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതുപോലെ തന്നെ ഇവ ഉണ്ടാക്കുന്ന ഈ കൊതുകുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളും മഴക്കാല രോഗങ്ങളിൽ ഒരു നല്ല ശതമാനത്തിൽ വരുന്നു. ഇനി ഏതൊക്കെയാണ് ആ രോഗങ്ങൾ? നമ്മുടെ സാധാരണ കാണുന്നത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും കൊതുകുകളുടെ ഒരേ വിഭാഗത്തിൽപ്പെട്ട 2 തരം കൊതുകുകളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിനും സമാനമായ ലക്ഷണങ്ങളാണ് വരാറുള്ളത്. കാരണം കനത്ത പനി, തലവേദന, ശക്തമായ തലവേദന, മാംസപേശികളിൽ മസിലുകളിൽ വേദന, സന്ധിവേദന, ഇതൊക്കെയാണ് രണ്ടിനും കോമൺ ആയിട്ട് കാണുന്നത്. അതൊന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഡെങ്കിപ്പനിയുടെ തലവേദനയുടെ ഒപ്പം കണ്ണിൻ്റെ പുറകുവശത്ത് വേദന ഉണ്ടാവും. അതുപോലെ സന്ധിവേദന വലിയ ഷോൾഡർ ജോയിൻറ്റോ മുട്ടോ ഒക്കെ വലിയ ജോയിൻറ്റുകളിലായിരിക്കും. അതേസമയം ചിക്കൻ ഗുനിയയിലാണെങ്കിൽ സാധാരണ ചെറിയ കയ്യിൽ വിരലുകൾ, അങ്ങനെ ചെറിയ ജോയിൻറ്റുകളെയാണ് സാധാരണ ചിക്കൻ ഗുനിയ ബാധിക്കാറ്. അതുപോലെ തന്നെ തലവേദന ഛർദിയൊക്കെ ഉണ്ടാവാം, പക്ഷേ കണ്ണിൻ്റെ പുറകിലുള്ള വേദന ഉണ്ടാവില്ല. അത് ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. കാരണം കനത്ത ചൂട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് വീട്ടിലിരിക്കരുത്. ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം. കാരണം ഡെങ്കിപ്പനിയൊക്കെ ആദ്യത്തെ ദിവസം തന്നെ 24 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് NS1 ആൻറ്റിജൻ ടെസ്റ്റ് വെച്ചിട്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതിന് തക്കതായ പരിരക്ഷയും നമുക്ക് ആശുപത്രികളിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വെച്ച് വൈകിക്കരുത്. ഇനിയൊരു വിഭാഗം എന്ന് പറയുന്നത് അനോഫിലിസ് മസ്കിറ്റോസ് ഉണ്ടാക്കുന്നതാണ്. അത് മലേറിയ പിന്നെ നമുക്ക് സാധാരണമായിട്ട് എല്ലാവരും കേട്ട് പരിചയമുള്ളതായിരിക്കും. നല്ല കിടുങ്ങലും ചൂടുമായിട്ട് വരുന്ന മലേറിയയുടെ സിംറ്റത്തിനെ പറ്റി ഒരുപാട് ബോധറിയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് വറയിലും പനിയുമായാലും കനത്ത ചൂടായാലും പനിയായാലും നമ്മൾ ഡോക്ടറെ കാണാൻ വൈകിക്കരുത്. ഓരോ കാലാവസ്ഥ മാറ്റത്തിലും സാധാരണ കണ്ടുവരുന്നതാണ് വൈറൽ പനികൾ. മഴക്കാലവും അതിന് ഒട്ടും വ്യത്യസ്തത പുലർത്തുന്നില്ല. മഴക്കാലത്തും വൈറൽ പനികൾ വരുന്നുണ്ട്. പക്ഷേ സാധാരണ പോലെ വൈറൽ പനിയായിട്ട് തന്നെ മാറുന്നതിൻ്റെ ശതമാനം കുറവാണ്. കാരണം മഴക്കാലത്തുള്ള മോയ്സ്ചർ കണ്ടൻ്റാണ് അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ ബാക്ടീരിയകൾക്കെല്ലാം വളരാനുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഫീവർ വന്നാൽ അത് ബാക്ടീരിയ ഇൻവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസകോശ രോഗങ്ങളും ഇപ്പോൾ ഒരു ഫൈരിഞ്ചൈറ്റിസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസ് ആയിട്ട് മാറാൻ, അതുപോലെ വൈറൽ പനി വന്നിട്ട് നമുക്ക് ചുമയും ന്യൂമോണിയൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയും മഴക്കാലങ്ങളിൽ കൂടുതലാണ്. മഴക്കാലത്ത് വെള്ളം അധികമാണ്. ഈ അധികമായ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ മലിനമാകാൻ സാധ്യതയുണ്ട്. കാരണം ഓടകളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ പാടങ്ങളായാലും കരകളായാലും ഈവൻ സീവേജ് ലൈനുകളായാലും അതിൽ നിന്നൊക്കെ ലീക്ക് ഉണ്ടാകാം.
അപ്പോൾ ജലസ്രോതസ്സ് മലിനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലിനജലത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളും മഴക്കാലത്ത് സാധാരണമാണ്. അത് നമുക്കെല്ലാവർക്കും സാധാരണ ഒരു മലയാളിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം മലിനജലത്തിൽ കൂടെ വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ടൈഫോയിഡ്, ജ്വരം എന്ന് നമുക്ക് മലയാളത്തിൽ പറയുന്ന ടൈഫോയിഡ്, അത് കടുത്ത പനിയും ദേഹവേദനയും വയറുവേദനയൊക്കെ ആയിട്ട് വരാറുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, അത് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം വലിയ ചൂടുണ്ടാവില്ല, പക്ഷേ ദേഹം വേദന, വിശപ്പില്ലായ്മ, ക്ഷീണം ഇതുണ്ടാവും. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ വെള്ളയിലും നാക്കിനടിയിലും മൂത്രത്തിലും ഒക്കെ മഞ്ഞ നിറം വരും. അത് അമാന്തിക്കാതെ തന്നെ ഡോക്ടറെ കാണേണ്ട ഒരു അസുഖമാണ്. മൂന്നാമത് പറയുന്നത് കോളറ. അതും ഇപ്പോഴും ഇടയ്ക്ക് കാണാറുണ്ട്. കോളറ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശക്തമായ വയറിളക്കത്തിനെ പറ്റി അറിയില്ലാത്തവരും കുറവായിരിക്കും. ഒരു നിയന്ത്രണാതീതമായിട്ടുള്ള വയറിളക്കം, കഞ്ഞിവെള്ളം പോലത്തെ മലം ഇങ്ങനെ പോകുന്നത് കോളറയുടെ ഒരു ലക്ഷണമാണ്. റൈസ് വാട്ടർ സ്റ്റൂൾസ് എന്നാണ് നമ്മുടെ മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. അതും ഒരു മഴക്കാല രോഗങ്ങളിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ്ങും മഴക്കാലത്ത് കൂടുതലാണ്. കാരണം അറ്റ്മോസ്ഫിയർ മൈക്രോബ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഡാമ്പായിട്ട് മോയ്സ്ചർ കണ്ടന്റുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ബാക്ടീരിയകൾ വളരും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ഫുഡ് പുറത്തിരിക്കുകയാണെങ്കിൽ പഴകാൻ അനുവദിക്കരുത്. പഴകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യതയുണ്ട്. എക്സ്ട്രാ ഫുഡ് നമ്മൾ വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റെഫ്രിജറേറ്ററിലേക്ക് മാറ്റാമല്ലോ. വെളിയിൽ വെച്ച് പഴകിക്കരുത്. ഈർപ്പമുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഫംഗൽ ഗ്രോത്തും കൂടുതലാണ്. നമ്മുടെ ശരീരത്തിലും പുറത്തും എപ്പോഴും ഒരു ഈർപ്പം കാണും മഴക്കാലങ്ങളിൽ, അല്ലേ? നമ്മൾ മഴയത്ത് പോയിട്ട് നനഞ്ഞ് തിരിച്ചു വരിക, അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് മാറ്റും. ഉടനെ തന്നെ ആരെങ്കിലും കുളിക്കണം എന്നാണ്. മഴ നനഞ്ഞ് വന്നാൽ നമ്മൾ കുളിച്ച് നമ്മുടെ ദേഹം ഡ്രൈ ആക്കണം. പലപ്പോഴും മഴയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. അത് മാറ്റണം. കാരണം ശരീരത്തിൽ മോയ്സ്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ തൊലിപ്പുറത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയാണ്. ടീനിയ എന്ന് പറയുന്ന തരം ഫംഗസ് സാധാരണമായി മഴക്കാലങ്ങളിൽ കാണാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന രോഗങ്ങൾ. ഈ രോഗങ്ങളെപ്പറ്റി അറിയുന്നതിനേക്കാളും രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ കൂടുതലും അറിയേണ്ടത്. അതിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കൊതുകുജന്യ രോഗങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഡെങ്കിപ്പനിയെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. കാരണം ഡെങ്കിപ്പനി നിസ്സാരമല്ല എന്ന് കാണിക്കുന്ന ഒരു കഥ. പണ്ട് എന്നുവെച്ചാൽ ലോകമുണ്ടായ കാലം, മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായ ആ കാലം, ദിനോസറുകളില്ല കേട്ടോ ആ കഥയിൽ. ആ സമയത്ത് മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വന്ന്, ജനപ്പെരുപ്പം കൂടിക്കൂടി വന്നു. കാരണം മനുഷ്യരെ കല്ല് വെച്ചോ ഒക്കെ മൃഗങ്ങളെ കൊന്ന് അത് ഭക്ഷിക്കുമായിരുന്നു. അപ്പോൾ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു, മനുഷ്യരുടെ എണ്ണം കൂടി വന്നു. അങ്ങനെ പക്ഷി മൃഗാദികളെല്ലാം കൂടി ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ദൈവമേ, മനുഷ്യരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയും ഞങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യരുടെ ജനപ്പെരുപ്പം കുറയ്ക്കാൻ ഒരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സഹായവും ഞാൻ ചെയ്യാം, പക്ഷെ ഒരാൾ അതിന് മുതിരണം. അപ്പോൾ വലിയ മൃഗങ്ങളും പക്ഷികളും എല്ലാം മാറി. അവസാനം അത് വന്നത് നമ്മുടെ കൊതുകുകൾക്കാണ്. അങ്ങനെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു കൊതുകാണ് നമ്മുടെ ഈഡിസ് ഈജിപ്റ്റ്, നമ്മുടെ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈജിപ്റ്റ് കൊതുക്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ കഥയുടെ സാരത്തിൽ നിന്ന് മനസ്സിലാകുള്ളൂ, ഡെങ്കിപ്പനിക്ക് മരണനിരക്ക് കൂടുതലാണ്. ഒരു വർഷം 20,000 തൊട്ട് 40,000 ആൾക്കാർ വരെ ലോകത്തിൽ ഡെങ്കിപ്പനി വന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ ഡെങ്കിപ്പനി വരാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ ഓരോ മഴക്കാലത്തും എടുക്കേണ്ടിയിരിക്കുന്നു. എന്താ മുൻകരുതൽ? കൊതുക് കടിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. കൊതുക് വന്നാൽ നമ്മളെ കടിക്കരുത്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ദേഹം മൊത്തം കവർ ചെയ്യുന്ന വളരെ ലൂസായ ഡ്രസ്സ് ഇടണം.
ഇനി എക്സ്പോസ്ഡ് പാർട്ടുകൾ, ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റാത്ത പാർട്ടുകളിൽ മസ്കിറ്റോ റിപ്പല്ലൻസ് പലതും നമുക്ക് മാർക്കറ്റിൽ കിട്ടുമല്ലോ. അപ്പോൾ മസ്കിറ്റോ റിപ്പല്ലൻസ് പുരട്ടണം. തിരിച്ച് വീട്ടിലാണെങ്കിൽ വീട്ടിനകത്ത് കൊതുക് കയറാതിരിക്കാൻ എല്ലാ ജനലും ഡോറും എല്ലാം മസ്കിറ്റോ നെറ്റ് അടിക്കണം. അതുപോലെ കിടക്കുന്ന കട്ടിലും മസ്കിറ്റോ നെറ്റ് അടിക്കണം. ഇത് കൊതുക് നമ്മളെ കടിക്കാതിരിക്കാനാണ്. പക്ഷേ കൊതുക് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളും വേണം. നമ്മുടെ ചുറ്റുവട്ടവും ഏതൊക്കെ തുറന്നിരിക്കുന്ന പാത്രങ്ങൾ, പാട്ടകൾ, ചിരട്ടകൾ എല്ലാം കമഴ്ത്തി വെക്കണം. എവിടെയും വെള്ളം കെട്ടാനുള്ള ഒരവസരം ഉണ്ടാകാതിരിക്കണം. അപ്പോൾ കൊതുകളുടെ നമ്പർ കുറഞ്ഞോളും. ഒരു 5 മില്ലി വെള്ളം മതി ഒരു ഈജിപ്തിക്ക് മുട്ടയിടാൻ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ 5 മില്ലി വെള്ളം പോലും എവിടെയും കെട്ടി നിൽക്കാനുള്ള ഒരവസരം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി. പിന്നെ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് മലിനജലം ഉപയോഗിക്കാതിരുന്നാൽ മതി. അതായത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം തന്നെ ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുക. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളത്തിന് പകരം നമുക്ക് ആർ ഒ ഫിൽട്രേഷൻ വഴിയുള്ള വെള്ളവും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർ ഒ ഫിൽറ്റർ ചെയ്ത വെള്ളം എടുത്ത് വളരെ പാത്രങ്ങളിൽ വെച്ച് അത് നന്നായി മൂടി വയ്ക്കും. നമ്മളുടെ ഒരു ശീലം എന്ന് വേണമെങ്കിൽ പറയാം, പൊതുവേ കാണുന്നതാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുക, ബൈക്കിലായാലും സ്കൂട്ടറിലായാലും കാറിലായാലും വഴിവെക്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് സ്റ്റാൾ ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക, ഒരു ജ്യൂസ് കുടിക്കുക എന്നുള്ളത്. എന്തായാലും മഴക്കാലത്ത് പുറത്തുനിന്നുള്ള ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കുക. കാരണം ആ ഫ്രൂട്ട് ജ്യൂസിന് ഉപയോഗിച്ച വെള്ളത്തിൻ്റെ സ്രോതസ്സ് നമുക്കറിയില്ല. അതിലുപയോഗിക്കുന്ന ഐസ് എവിടുന്ന് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷവും കൈ നന്നായി സോപ്പിട്ട് വാഷ് ചെയ്യുക. ഇനി വേറൊരു രോഗം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. വെള്ളത്തിൽ കൂടെ ചില രോഗങ്ങൾ പടരും. കാരണം ലെപ്റ്റോസ്പൈറ എന്നുള്ള ബാക്ടീരിയ എലിയുടെ മൂത്രത്തിൽ കൂടെ ഈ വെള്ളത്തിൽ, ഓടയിലോ അല്ലെങ്കിൽ കിട്ടേക്കുന്ന വെള്ളത്തിലോ ആ മൂത്രത്തിൽ കൂടെ വരാൻ സാധ്യതയുണ്ട്. അതിൽ നടന്നു കഴിഞ്ഞാൽ, ആ വെള്ളത്തിൽ കൂടെ നടക്കുകയോ വെള്ളം എടുത്ത് കഴുകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ നമ്മളിലേക്ക് കയറുകയും ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി എന്നുള്ള രോഗം വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, നമ്മൾ മഴക്കാലത്ത് വെള്ളത്തിലൂടെ നടക്കാതിരിക്കുക. കുട്ടികൾക്കതൊരു ഹരമാണ്, വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഓടിപ്പോയി ചാടി കളിക്കാൻ. കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇനി വെള്ളത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധാ ചെരുപ്പല്ല, ബൂട്ട്സ്, നമ്മുടെ കണങ്കാലിന് മുകളിലേക്ക് നിൽക്കുന്ന ആ ജലപ്പരപ്പിന് മുകളിലേക്കുള്ള ബൂട്ട്സ് ഇട്ടുകൊണ്ട് മാത്രം വെള്ളത്തിൽ ഇറങ്ങുക. ഇനി അത് പറ്റാതിരിക്കുന്ന പക്ഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കയറിയാൽ ഉടനെ സോപ്പിട്ട് കാല് കഴുകുക, അതുപോലെ തന്നെ കൈയും കഴുകുക. അത് അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് എലിപ്പനി വരാതിരിക്കാൻ പറ്റും. അതുമല്ല, നല്ല ശക്തമായ തീർച്ചയായിട്ടും അവിടെ എലി കൂടുതലുള്ള സ്ഥലമാണ്, തീർച്ചയായിട്ടും അതിനകത്ത് ഇൻഫെക്റ്റഡ് മെറ്റീരിയൽ കാണും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പ്രിവെൻറ്റീവായിട്ട് തന്നെ ഡോക്സിസൈക്ലിൻ ഗുളികകൾ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കാനും പറ്റും. എലിപ്പനി വരാതിരിക്കാൻ വേറൊരു നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത്, എലികൾ പെരുകാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ വീട്ടിനകത്തുമൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് അതിനൊരു സുരക്ഷിതമായ താവളം, എലികൾക്ക് സുരക്ഷിതമായൊരു താവളം നമ്മൾ ഒരുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് വെള്ളം കെട്ടാതെ സൂക്ഷിക്കുക. അതൊക്കെ തന്നെ ഈ കൊതുകുജന്യ രോഗങ്ങളും എലിപ്പനിയും ഒക്കെ ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. രോഗം വരാതിരിക്കാനും രോഗം മൂർച്ഛിക്കാതിരിക്കാനും ഏറ്റവും വേണ്ടത് നമ്മുടെ പ്രതിരോധ ശക്തി, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നമുക്കറിയാം മഴക്കാലങ്ങളിൽ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറവാണ്. അപ്പോൾ അത് കൂട്ടുക എന്നുള്ളതാണ്. ആ പ്രതിരോധ ശക്തി കൂട്ടാൻ നമ്മൾ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ
വൈറ്റമിൻ സി, വിശേഷിച്ചും വൈറ്റമിൻ സി അടങ്ങിയ ഫലങ്ങൾ കഴിക്കുക എന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പഴങ്ങൾ നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ. നമ്മൾ ഫ്രൂട്ട് സ്റ്റോളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈച്ച പറ്റിയിരിക്കുന്ന, നമ്മൾ ചെന്നെടുക്കുമ്പോൾ ഈച്ച പറന്നു പോകുന്ന പഴങ്ങൾ. അഥവാ ഇനി അങ്ങനെ ഇല്ല, ഈച്ച വരാൻ പറ്റാത്ത വണ്ണം വിഷമടിച്ച ഫ്രൂട്ട്സും കാണും. അപ്പോൾ ഏത് സ്റ്റോളിൽ നിന്ന് വാങ്ങിയാലും നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ധാരാളം ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും. മറ്റ് പ്രതിരോധ മാർഗങ്ങളോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും കൂട്ടുക. ടൈഫോയിഡ് ആയാലും ടൈഫോയിഡിന് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസിന് വാക്സിനേഷൻ ഉണ്ട്. ഈ വാക്സിനേഷനുകളെല്ലാം തക്ക സമയങ്ങളിൽ എടുക്കുക. നമ്മുടെ ചുറ്റുമുള്ള പ്രതിരോധ പ്രവർത്തനത്തിനോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഈ ആപത്ത് കൊണ്ടുവരുന്ന ഈ മഴക്കാലത്തിന് വളരെ സുരക്ഷിതമായിട്ട് നേരിടാം. ഇനിയും കാണാം അടുത്ത ഒരു ആരോഗ്യ വിഷയവുമായിട്ട്. ബൈ.